അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ നമുക്ക് പ്രവേശിക്കാൻ അള്ളാഹു മഹാഭാഗ്യം നൽകി. ഇനി നീണ്ട 30 ദിവസക്കാലം അള്ളാഹുവിനു വേണ്ടി ഉപവാസം അനുഷ്ഠിക്കാൻ വ്രതശുദ്ധിയോടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അലിഞ്ഞു ചേരാൻ ഓരോ സത്യവിശ്വാസികളും വെമ്പൽ കൊള്ളുന്ന രാവുകളും പകലുകളുമാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ വ്രതശുദ്ധി വളരെ കൃത്യമായി അതിൻ്റെ പരിഭാവനത അത് കാത്തു സൂക്ഷിക്കപ്പെടുന്നതിന് വളരെ അത്യാവശ്യമാകുന്ന 1-2 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്ന ബനു ഇസ്രയേലിൽപ്പെട്ട ഒരു യുവാവ്, അദ്ദേഹം ഒരിക്കൽ പഠിക്കുന്നതിനു വേണ്ടിയിട്ട്, ഇൽമ് തേടുന്നതിനു വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി യാത്ര ആരംഭിച്ചപ്പോഴേക്കും ആ കാലഘട്ടത്തിലെ ആ നാട്ടിലെ ഒരു പ്രവാചകന് അല്ലാഹു തആല സന്ദേശം നൽകുകയും ആ പ്രവാചകൻ ആ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് 3 ഉപദേശങ്ങൾ തരാം. ആ 3 ഉപദേശങ്ങൾ മുൻഗാമികളുടെയും ലോകം അവസാനിക്കുന്നതുവരെയുള്ള മുഴുവൻ ആളുകളുടെയും വിജ്ഞാനത്തിന്റെ ആകെത്തുകയാണ്. ആ 3 കാര്യങ്ങൾ നീ മുറുകെ പിടിച്ചാൽ നിനക്ക് പിന്നീട് ഒരു വിജ്ഞാന അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം വളരെ സാഗൂതം ആ 3 ഉപദേശങ്ങൾ ശ്രവിക്കുകയും അതിനുശേഷം അദ്ദേഹം യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് കയറുകയുണ്ടായി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, അള്ളാഹുവിനെ നീ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടണം എന്നുള്ളതാണ്. രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലാകുമ്പോഴും ഒറ്റപ്പെട്ട് കഴിയുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടണം എന്നുള്ളതാണ്. ഇന്ന് കൂട്ടത്തിലിരിക്കുമ്പോൾ റബ്ബിനെ പേടിക്കുന്നവർ ധാരാളമാണ്. പക്ഷെ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ, അവരുടെ ഒറ്റപ്പെട്ട അവരുടെ സ്വകാര്യതകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അള്ളാഹുവിനെ ഭയപ്പെടേണ്ടത് ഫിസിദ്ദി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടണമെന്നുള്ളതാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് രഹസ്യമായ ഇബാദത്താണ്. അത് ആർക്കുണ്ട് ആർക്കില്ല എന്നത് അള്ളാഹുവിനും ഈ നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾക്കും അല്ലാതെ ഒരിക്കലും അറിയാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പൊ വ്രതശുദ്ധി എന്ന് പറയുന്നത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തേത് പറഞ്ഞത്, അംസിക് ലിസാനക് അനിൽ ഖൽഖി ലാ തദ്കുറുഹും ഇല്ലാ ബിഖൈർ. ജനങ്ങളെപ്പറ്റി നല്ലത് മാത്രം പറയണം. ജനങ്ങൾക്ക് ഉപദ്രവകരമായ ഒരു കാര്യവും നമ്മൾ പറയാൻ പാടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നല്ല കാര്യങ്ങൾ പറയണം. വിശുദ്ധ റമളാനിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞു. ഇതേ വാക്ക് തന്നെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ഖുർആൻ പറഞ്ഞത്. അവരുടെ വൃദ്ധം ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. അനാവശ്യമായി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ള മൗനവ്രതമായിരുന്നു എന്ന് കാണാൻ കഴിയും. അതേ പദമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ അള്ളാഹു താല ഉപയോഗിച്ച പദവും അത് തന്നെയാണ്, സൗമ് സിയാമ് എന്നുള്ളത്. നോമ്പിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ പറ്റി നമ്മളൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത്, വല്ലുർ ഖുബ്സകല്ലദി തഅകുലുഹു ഹത്താ യകൂന മിനൽ ഹലാലി. ഹലാലാണോ നീ കഴിക്കുന്നത് എന്ന് നീ കൃത്യമായി അന്വേഷിക്കണം. റമളാൻ മാസത്തിന്റെ ഉപവാസത്തിന്റെ ഒടുവിൽ നാം ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ അത്താഴം കഴിച്ച് നോമ്പ് പിടിക്കുമ്പോൾ അത് ഹലാലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവുക. ഈ 3 ഉപദേശങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഭയപ്പെടുക, 2 ജനങ്ങളെ സംബന്ധിച്ച് നല്ലത് മാത്രം പറയുക, മൂന്നാമത്തേത് നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് വിലയിരുത്തുക. ഇത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഇത് 3
കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം പറഞ്ഞത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കുക, ഭയപ്പെടുക എന്നുള്ളത്. രണ്ടാമത് അപരനുമായി ബന്ധപ്പെട്ടതാണ്. ആരെ സംബന്ധിച്ചും ഒരു കാര്യവും മോശമായത് പറയാതിരിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് സ്വന്തത്തെ സംബന്ധിച്ചാണ്, നല്ലത് കഴിക്കുക എന്നുള്ളത്. ഈ 3 ഉപദേശങ്ങളും മുൻഗാമികളുടെയും പിൻഗാമികളുടെയും വിജ്ഞാനത്തിന്റെ ആകെത്തുകയാണ് എന്ന് ആ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് മതിയായി. ഇത് മാത്രം മതി ഒരു മനുഷ്യന് ജീവിക്കാൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് കയറുകയുണ്ടായി. റമളാൻ മാസത്തിന്റെ ആദ്യ പകലിൽ നാം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.